ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഷ്വാസ് പ്ലേസസ് പീപ്പിൾ ആൻഡ് ദ സ്റ്റോറീസ് അറൗണ്ട് ദം. ഇന്ന് ഒരു പുതിയ ദിവസം തുടങ്ങാൻ പോവാണ്. ഇന്ന് സെൻറ്റ് പോൾസ് ചർച്ചിലേക്ക് പോകുന്ന ഒരു ചെറിയ ട്രിപ്പാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് കയറാനായിട്ട് ഇങ്ങനെ പോവാണ്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിഫ്റ്റിൻ്റെ ഏരിയയിലേക്ക് എത്തുവാണ്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ നല്ല ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ്. സംടൈംസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആർ വെരി ക്ലോസ് ടു അസ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ താമസിക്കുന്ന സിറ്റിയിലുള്ള നല്ല പ്ലേസുകൾ കാണാതെ നമ്മൾ ബിസി ആയിട്ടുള്ള ലൈഫായിട്ട് മുമ്പോട്ട് പോകാം. സോ സിമ്പിൾ ഈവനിങ് വാക്ക് അല്ലെങ്കിൽ സ്മോൾ വിസിറ്റ് ടു നിയർ ബൈ പ്ലേസ്, ഇതൊക്കെ നമുക്ക് എനർജി നൽകുന്ന നല്ല സമയങ്ങളായിരിക്കും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ടുഡേസ് തോട്ട് ഈസ് വെരി സിമ്പിളാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ എ ബിഗ് ട്രിപ്പ് ടു എൻജോയ് ലൈഫ്. Start exploring the places around you, because every place has a story, a beauty and a feeling, and that's what Anshwa's talking about. So നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് എത്തുകയാണ്. നമ്മളിവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. ബസ് പക്ഷേ അവിടെയല്ല നിർത്തുക, കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് നിർത്തുക. എവിടെയാണ് നിർത്തുക? അപ്പോൾ നേരത്തെ ഒരു ബസ് വന്ന് പോയി, പക്ഷേ അത് മിഡിൽ അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ബസ് പോവുകയും ചെയ്തു. ഞാൻ ഓടി പിടിക്കാനായിട്ട് പോയുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ കാണാം. ഇവിടെയാണ് നിൽക്കുക. അപ്പം സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല, റോഡിലൊക്കെ തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഈ ഏരിയയിൽ കുറച്ച് തിരക്ക് കുറഞ്ഞ ഏരിയ. ഇതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങും എൻ്റെ ഹെഡ് ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ഇവിടെ അടുത്തുണ്ട്. പിന്നെ ഈ ഏരിയയിലാണ് ഇപ്പോൾ വന്നിട്ടിപ്പം 2-3 ആഴ്ചയായി ഈ ഏരിയയിലേക്ക്. അപ്പം ബസ് നമുക്ക് കാത്തു നിൽക്കാം, നോക്കാം ഇപ്പം വരുമെന്ന്. അല്ലെങ്കിൽ പിന്നെ നടന്നു പോകണം. സമയമുണ്ട് നമുക്ക്. 10 വരെ 10 ആകുമ്പോഴത്തേക്കുമാണ് മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അപ്പോഴത്തേക്കും നമുക്ക് എത്താനുള്ള സമയമുണ്ട്. നടന്നാലും സമയമുണ്ട്. ഒരു അരമണിക്കൂറുണ്ട് നടക്കാൻ. ഒരു 2 മിനിറ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ നടക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് നടക്കാൻ തീരുമാനിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ബസ് കാണുന്നില്ല. അപ്പം ഇവിടെ ക്രോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വണ്ടികളെല്ലാം ഇവിടെ നിർത്തി തരും. അപ്പം നമ്മളതിനെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ചെറിയൊരു ഹമ്പ് കൂടെ ഉണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ലോ ആയിട്ട് ക്രോസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ് നടക്കുന്ന ഒരു ഏരിയ. ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. 2 കിലോമീറ്റർ അടുത്തുണ്ട് പള്ളിയിലേക്ക്. പക്ഷെ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമ്മളവിടെ എത്തും. കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് അറിയാം. ഇപ്പോൾ ശരിക്കും പിന്നെ ആളുകൾ സൈക്ലിങ് ഒക്കെ ആയിട്ട് രാവിലെ ഒരു ഇതിനെടുത്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാണല്ലോ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്തോ ഒരു കുത്തിക്കൊള്ളുന്ന പോലെ. കാരണം എനിക്ക് തോന്നുന്നു ഈ തണുപ്പിൽ നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് വെയിലിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ബോഡിക്ക് അതിൻ്റെ ഒരു ഇത് വരുന്ന പോലെ തോന്നുന്നു. എപ്പോഴും ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഈ വെയിലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നേ പിന്നെ ആ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നതിൻ്റെ ഒരു ഇതായിരിക്കണം എന്ന് തോന്നുന്നു. ഒരു സൈക്കിൾ വരുന്നുണ്ട്, അതാണ് ഒരു ഹോണ് കേൾക്കുന്നത്. ആ സൈക്കിളിൽ ചെറിയൊരു ഇതാണ്, ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു. അതിവിടെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ആളുകൾ പോകേണ്ടത്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അല്ല. അങ്ങനെ നമ്മൾ നടന്നിപ്പോൾ ഒരു റൗണ്ട് ബോട്ടിൽ ഇവിടെ എത്തിയുണ്ടോ. നല്ല വലിയൊരു റൗണ്ട് ബോട്ടാണിത്. ഇവിടുന്ന് 4 സൈഡിലേക്കായിട്ട് വഴിയുണ്ട്. അപ്പോൾ എങ്ങോട്ടൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഇതായിട്ടില്ല ഇതുവരെ. കാരണം പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങോട്ടുള്ള ഈ ഒരു വഴി നേരെ ഇങ്ങനെ പോകും. നമ്മൾ ആ റോഡ് സൈഡിൽ കൂടെ അല്ല, കുറച്ച് ഇങ്ങോട്ട് മാറി ഒരു കച്ച ഏരിയയിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടക്കുക. അപ്പോൾ എന്നിട്ട് അടുത്ത ദൂരെ ഒരു റൗണ്ട് ബോട്ട് കാണുന്നുണ്ടല്ലോ. അവിടെ എത്തിയിട്ട് അവിടുന്ന് സ്ട്രൈറ്റായിട്ടൊന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പിന്നെ ചെറിയതായിട്ടൊരു ക്രോസിംഗ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് വീണ്ടും നേരെ തന്നെ നമ്മൾ പോകണം. പിന്നെ റൗണ്ട് ബോട്ട് എത്തി അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പള്ളി വരുന്നത്. അത്ര ദൂരമേ ഉള്ളൂ. പള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ളൊരു കൂമ്പാരം ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നോക്കിയാൽ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾ. ഇതാണ് ഇപ്പോഴത്തെ ഒരു നടപ്പിൻ്റെ സ്ഥലം. ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആരോ പറഞ്ഞ ഒരു ബസ് സ്റ്റാൻഡോ അങ്ങനെ എന്തോ ഒരു ഗവൺമെൻറ് സംഭവമാണ് വരാൻ പോകുന്നത്. ഇവിടെ എന്താണെന്നറിയില്ല. എന്തോ ഒരു
കൺസ്ട്രക്ഷൻ വലിയ വോളൊക്കെ പണിതിടുന്നുണ്ട്. നമ്മൾ അടുത്ത റൗണ്ട് ബോട്ടിലേക്ക് എത്താനായിട്ട് വരുവാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ബിൽഡിംഗ് ഒക്കെ ഇവിടെ കാണാം, കുറച്ച് ദൂരത്തിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ സൺഡേ ഞാൻ ആക്ച്വലി ബസ്സിനായിരുന്നു പോയത്. പിന്നെ കഴിഞ്ഞ ഫ്രൈഡേ പോയപ്പോഴും നടന്നുപോയി. കഴിഞ്ഞ സൺഡേ കാരണം ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു ബസ് അവിടെ വന്നു. അങ്ങനെ നോക്കിയപ്പോൾ ആ ബസ്സിനൊന്ന് കയറി ഇതുവരെ പോയിട്ടുമില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ ചർച്ചിനടുത്തേക്ക് അവർ പോകുന്നത് ഒരു റൂട്ടാണ്. അപ്പം ഇറങ്ങി ഒരു 50 മീറ്റർ നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ദിവസം അങ്ങനെ കയറി ആദ്യമായിട്ട് ബസ്സിന് പോവുകയും ചെയ്തു. ബാക്കി എല്ലാ ദിവസവും തന്നെ ഇപ്പം പോകുമ്പോഴൊക്കെ നടന്നാണ് പോകാൻ പറ്റുന്നത്. കാലാവസ്ഥ നല്ലതാണല്ലോ ഇപ്പം. ചൂടായി തുടങ്ങിയിട്ട് നല്ല കാലാവസ്ഥയാണ്. ഇപ്പം നല്ലൊരു കൂളിംഗ് ഉള്ളൊരു കാലാവസ്ഥയാണ്. ഇപ്പം മാർച്ച് ആയെങ്കിൽ തന്നെയും നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. റോഡൊന്ന് ക്രോസ് ചെയ്യണം കേട്ടോ. റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പം ഇങ്ങേ ഭാഗത്തേക്കാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ. റൗണ്ട് ഔട്ട് ആയിട്ടുണ്ട്. റൗണ്ട് ഔട്ട് കണ്ടല്ലോ, നല്ല പച്ചപ്പ് തരഞ്ഞ് നല്ല ഇതായിട്ടാണ് വെച്ചേക്കുന്നത്. നല്ല അറേഞ്ച് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെറിയ ട്രീസും ഒക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. കാർ വാഷ്, പല പല ഇൻഡസ്ട്രികളാണ് ഇവിടെ ഉണ്ടാവുക. മുസഫ എന്ന് പറയുമ്പോൾ തന്നെ മൊത്തം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അബുദാബിയിലെ. പിന്നെ ഇപ്പം നോക്കിയേ, വണ്ടികൾ തീരെ കുറവാണ്. നല്ല വെയിലും ഉണ്ട്, പക്ഷെ ചൂടില്ല. വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ചൂടൊന്നുമില്ല. ഉണ്ടോ, വണ്ടികളൊക്കെ പോവാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് റൈറ്റ് അടിച്ച് തിരിഞ്ഞിട്ട് വേണം ആ ഒരു റെഡ് ബോർഡ് കാണുന്ന അതിൽ വേണം അങ്ങോട്ട് നടന്നു പോകാൻ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് എത്തും പള്ളിയിലേക്ക്. നേരെ ആ റോഡ് നേരെ അങ്ങ് പോയാൽ മതി, അത് പള്ളിയുടെ അവിടെ എത്തും. അപ്പോൾ നമ്മൾ ഉണ്ടോ റോഡ് ക്രോസ് ചെയ്തു. ഇപ്പം പള്ളിയുടെ നേരെയുള്ള റോഡാണ്. അതിലേക്ക് കയറി ചെറുതായിട്ടൊരു ചെറിയൊരു വേർപ്പ്, ചെറിയൊരു ചൂട് വരുന്നതിൻ്റെ ഒന്നും നല്ല സാരമില്ല. നല്ല ക്ലൈമറ്റാണ്. ഇനി 2 മാസം കഴിയുമ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ നമുക്ക് കണ്ണിങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ചെറിയ വെളിച്ചടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ കുറവാണ്, തിരക്ക് കുറവാണ്. റോഡ് കൂടെയാണ് നടക്കുന്നത്. കാരണം ഫുട്പാത്തായിട്ട് ഇവിടെ ഇല്ലേ, ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല. നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കയറുന്നെങ്കിൽ നടന്നാൽ മതി, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ ഇപ്പം എനിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിപ്പം പെട്ടെന്നൊരു ചിന്ത വന്നതെന്നറിയോ, അതായത് ഇപ്പോൾ ഈ UAE ഇഷ്ടംപോലെ ആളുകൾ നാട്ടിൽ നിന്നും ഒക്കെ പല ഇവിടെ തന്നെ പുതിയൊരു ജോലി നോക്കാൻ വേണ്ടിയിട്ട് എത്തുന്നവരുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. പലരെയും നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പെട്ടെന്ന് ജോലി കിട്ടുന്നില്ലെങ്കിലും ടെൻഷൻ അടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഫസ്റ്റായിട്ട് നമുക്കിപ്പം ഇങ്ങോട്ട് വരുന്നവരോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നല്ലൊരു CV, അതുപോലെ പിന്നെ നിങ്ങളെ തന്നെ നമ്മുടെ നമുക്ക് കുറവുകളുണ്ട്. അപ്പോൾ ആ കുറവൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത്, ഇപ്പം നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ തന്നെ ചില ഏരിയകൾ നമുക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും. അപ്പം ആ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് വരിക. ഇനി അതോ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇരിക്കുമ്പോഴാണെങ്കിൽ അവസ്ഥയിലാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യണം, ലാംഗ്വേജ് ആൻഡ് നമ്മുടെ സ്കില്ല്. പിന്നെ നല്ലൊരു CV, അത് ഇപ്പം ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അതൊക്കെ നോക്കി ഉണ്ടാക്കി അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലിങ്ക്ഡിൻ ആൻഡ് ഇൻഡീഡിലൊക്കെ നല്ലപോലെ വേക്കൻസീസ് വരുന്നുണ്ട്. ഇൻഡീഡാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഇതായിട്ട് തോന്നുന്നത്. അപ്പം അത് ട്രൈ ചെയ്യുക. നമ്മളത് തളർന്നു പോകരുത്. കാരണം ചിലപ്പോൾ 1-2 മാസം കൊണ്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഫെഡപ്പ് ആകരുത്. ശരിക്കും നല്ലപോലെ ട്രൈ ചെയ്താൽ മതി. പിന്നെ പ്രാർത്ഥിക്കുക, നല്ലപോലെ പ്രാർത്ഥനയിലായിരിക്കുക. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതാണ് നമ്മൾ ബേസിക്കലി ഇപ്പോഴും അറിയേണ്ടത്. പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് ജോലിയോ നമ്മൾ വിചാരിക്കുന്ന സമയത്തോ ആയിരിക്കണം എന്നില്ല. കാരണം നമ്മളെക്കാട്ടിലുപരി നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് ദൈവത്തിനാണ്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി അവനുള്ളതുകൊണ്ട് അത് ആ കറക്റ്റ് ടൈമിൽ നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മുടെ പ്ലാന് വർക്കൗട്ട് ചെയ്യണമെന്നില്ല. നമ്മുടെ പ്ലാന് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ
ഒക്കെ ചെയ്താൽ അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്ലാൻ. പക്ഷെ അതല്ല, ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനുകൾക്കൊക്കെ ഉപരിയാണ്. കാരണം നമ്മെ സൃഷ്ടിച്ചവനും നമ്മളെ പരിപാലിക്കുന്നവനും നമ്മുടെ പേര് അവിടുത്തെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയവനുമാണ് നമ്മുടെ ദൈവം. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉള്ള പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഉറപ്പായിട്ടും ഇപ്പം ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർ, പുതിയ ജോലിക്ക് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ജോലി കിട്ടും. അതിപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമേ ഇപ്പം ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പള്ളിയുടെ കോമ്പൗണ്ടിനടുത്തോട്ടായി. അവിടെ ഒരു വളരെ നീളത്തിലൊരു ഏരിയ കാണുന്നുണ്ട്, നീള ബിൽഡിങ്. അതങ്ങനെ ഒരു ഈ നീളത്തിൽ ഇതേപോലെ വലിയൊരു സ്ക്വയറാണ്. ഇതുപോലെ അങ്ങോട്ട് ഡബിളായിട്ട് നമുക്ക് കാണാത്ത സ്ഥലത്തേക്കുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കോട്ട് കിടപ്പുണ്ട്. അവിടെയാണ് KM ട്രേഡിങ്, ഇവിടെ നെസ്റ്റോ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയയുടെ ലാസ്റ്റ് കാണുന്നതാണ് സെൻറ്റ് പോൾസ് ചർച്ച്. നമുക്ക് ഇപ്പം തിരക്കുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ഉള്ളൊന്നും അങ്ങനെ കാണിക്കാൻ ഇപ്പം ശ്രമിക്കുന്നില്ല ഞാൻ. നമുക്കതൊരു ഫ്രീ ആയിട്ട് ഒരു ദിവസം ഞാൻ സാറ്റർഡേ എപ്പോഴെങ്കിലും വന്നിട്ട് ചർച്ചൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് പള്ളിയുടെ സൈഡ്. ഇതൊരു വേറൊരു പള്ളിയാണ്, ഓർത്തഡോക്സ് ചർച്ചാണ്. നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ട് തുറന്നുമാണ് ഇവിടെ. ഇതെല്ലാം അക്കോമഡേഷൻ ക്ലാസ് റൂംസൊക്കെയാണ്. പിന്നെ അവിടെയാണ് എൻട്രൻസ് കാണുന്നത്, ആർച്ചായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയോട് ചേർന്ന് എത്തിയിരിക്കുകയാണ്. സോ അൻഷോർ സൈനിങ് ഓഫ് നൗ. എൻ്റെ മാസ് അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ച് നമുക്ക് പിന്നീട് വീഡിയോയിൽ കാണാം. ഓക്കെ.